ഐഷർ കമ്പനിയുടെ ഒരു ഹെവി ഗുഡ്സ് വെഹിക്കിളിൻ്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന വിഷൻസാണ് നമ്മളീ കാണുന്നത്. ഫ്രണ്ട് വ്യൂ, റൈറ്റ് സൈഡ് മിറർ ആൻഡ് ലെഫ്റ്റ് സൈഡ് മിറർ, നോർമൽ വ്യൂകളാണ് നമ്മളീ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. സേഫ് ഡ്രൈവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഞാൻ ലെനിൻ കൈലാസ്. നമ്മൾ റോഡ് സേഫ്റ്റിയോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, PSCയുടെ ഡ്രൈവർ ടെസ്റ്റ് തുടങ്ങിയ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചാണല്ലോ നമ്മൾ സാധാരണ ചർച്ച ചെയ്തു വരുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു വിഷയമുള്ളത് ബ്ലൈൻഡ് സ്പോട്ടുകളെ കുറിച്ചാണ്. നമ്മൾ എല്ലാവരും വാഹനം ഓടിക്കുന്ന ആളുകളാണ്. അപ്പോൾ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടുകൾ എന്താണെന്നുള്ളതിനെക്കുറിച്ച്, പ്രൊഫഷണലായിട്ട് ഓടിക്കുന്ന നമുക്കൊക്കെ അതിനെക്കുറിച്ചൊരു ധാരണ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ ഡ്രൈവിംഗ് പഠിച്ച് ജസ്റ്റ് പുറത്തിറങ്ങുന്നവർക്കും ലേഡീസിനും ഇതിനെക്കുറിച്ച് വലിയ ധാരണ ഇല്ലാതെ നമുക്ക് വാഹനം പഠിച്ച് അത് ഒരു ജോലിയുടെ ഭാഗമായിട്ട് ഇന്നത്തെ ഒരു കാലഘട്ടത്തിന് കൺവീനിയൻ്റ് ആയതുകൊണ്ട് വാഹനം എടുത്ത് നിർബന്ധിതരായി തീരുവാണ് അങ്ങനെ യാത്ര ചെയ്യാനായിട്ട്. അങ്ങനെ ഓടിക്കേണ്ടി വരുന്നവർക്കൊക്കെയുള്ള ഉപകാരപ്പെടട്ടെ എന്ന് കരുതിക്കൊണ്ട് നമ്മൾ പറയുകയാണ്. നിങ്ങൾക്ക് പ്രൊഫഷണൽസിനുള്ള കാര്യം തന്നെയാണ് ബ്ലൈൻഡ് സ്പോട്ടുകൾ. നമുക്ക് അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ബ്ലൈൻഡ് സ്പോട്ടുകൾ എന്ന് ഉദ്ദേശിക്കുന്നത് വാഹനത്തിന് ഡ്രൈവറുടെ കാഴ്ച എത്താത്ത സ്ഥലങ്ങളാണ്. നമുക്ക് പ്രാഥമികമായിട്ട് അങ്ങനെ പറയാം. അതായത് ഒരു ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ പോകുന്ന ഒരാളുടെ വിഷൻ, കാഴ്ച നമ്മുടെ ഈ ഒരു ആംഗിളിലായിരിക്കും മുമ്പോട്ട് പോകുന്നത്. നമ്മുടെ ഫ്രണ്ടിൽ ബോണറ്റ് ഉണ്ടാവും. ഇനി ഹൈറ്റുള്ള വാഹനങ്ങളാണ്, ബോണറ്റ് ഇല്ലെങ്കിലും നമ്മുടെ വിഷൻ എത്തുന്നത് ഒരു ആ ആംഗിളിൽ താഴെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് അജ്ഞാതമായിരിക്കും. അപ്പം നിങ്ങൾ കുറേ പേരെങ്കിലും ഓർക്കും എന്താണ് അജ്ഞാതമായിട്ട് ഇതിന് മാത്രം സംഭവിക്കുക എന്നുള്ളത്. ഒറ്റ സെക്കൻഡുകളിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നതാണല്ലോ ലൈഫ്, പ്രത്യേകിച്ചും വഴിയിലും വണ്ടിയിലും. അപ്പോൾ നമ്മുടെ ഈ കാഴ്ചപരിധിക്ക് വെളിയിൽ നടക്കുന്ന കാര്യങ്ങൾ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ടുകളായിട്ട് മനസ്സിലാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ബ്ലൈൻഡ് സ്പോട്ടുകളെ കുറിച്ചുകൂടെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ വാഹനം കൈകാര്യം ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ നമുക്ക് അപകട സാധ്യതകൾ കുറഞ്ഞു കിട്ടും. അപ്പോൾ ഇനി പ്രധാനപ്പെട്ട ബ്ലൈൻഡ് സ്പോട്ടുകൾ ഏതൊക്കെയാണ്? നമ്മൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരുന്നുകൊണ്ട് വാഹനം നിയന്ത്രിക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ വിഷൻ എത്താതെ നമ്മുടെ വിഷനിൽ താഴത്തെ ലെവലിൽ, അതായത് പ്രത്യേകിച്ചും കൂടുതലായിട്ട് ഈ ബ്ലൈൻഡ് സ്പോട്ടിൻ്റെ ബുദ്ധിമുട്ടുകൾ നമുക്ക് വരുന്നത് ഹെവി വാഹനങ്ങൾക്കായിരിക്കും. കാരണം ഫ്രണ്ട് വിൻഷീൽഡിന് താഴോട്ടുള്ള ഭാഗം ഒരു ഡ്രൈവറെ സംബന്ധിച്ച് കാഴ്ച ഒട്ടുമെത്താത്തൊരു സ്ഥലമാണ്. ചേർന്ന് ക്രോസ് ചെയ്യുകയോ ഈ വണ്ടിയിൽ പിടിച്ച് നടന്നു പോവുകയോ ആരെങ്കിലും ചെയ്താൽ നമ്മൾ അറിയുക പോലുമില്ല. പ്രത്യേകിച്ച് ബസ്, നിങ്ങൾ ഒരുപാട് വീഡിയോകൾ പിയാടായിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള ശ്രദ്ധയിൽപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്. എനിക്ക് പണ്ടൊരു അനുഭവം ഇതുപോലെ ഉണ്ടായിട്ടുണ്ട്. ഞാൻ KSRTC ഓടിക്കുന്നുണ്ടായിരുന്നു. ഒരു സ്റ്റോപ്പിൽ നമ്മൾ നിർത്തുന്നു. നമ്മൾ വാഹനം നിർത്തുന്ന ഒരു ബസ് ഡ്രൈവറെ സംബന്ധിച്ച് അത് ഇന്നതെന്നില്ല, KSRTC ആയാലും പ്രൈവറ്റ് ആയാലും നമ്മുടെ ശ്രദ്ധ ലെഫ്റ്റ് സൈഡ് മിററിലായിരിക്കും. കാരണം ആ വാഹനത്തിൽ കയറുന്നവർ, ഇറങ്ങുന്നവർ, അങ്ങനെയുള്ള കാര്യങ്ങൾ സെൻട്രൽ മിറർ ഉണ്ടെങ്കിൽ അതിലും നമ്മുടെ നോട്ടം എത്തും. വണ്ടി മൂവ് ചെയ്യുന്നതിന് തൊട്ട് മുമ്പായിരിക്കും നമ്മൾ റൈറ്റ് സൈഡിലേക്ക് നോക്കുന്നത്. അപ്പം ലെഫ്റ്റ് സൈഡിൽ എല്ലാവരും പോലെ തന്നെ ഞാനും ലെഫ്റ്റ് സൈഡിലേക്ക് നോക്കിയിരുന്നു. ആളിറങ്ങുന്നു, അതിനുശേഷം കയറാനുള്ളവർ കയറി, ബെല്ല് കിട്ടി. അടുത്ത ഘട്ടം എന്നുള്ളത് നമ്മൾ ഗിയർ ഇടുന്നു, റൈറ്റ് സൈഡ് മിറർ നോക്കുന്നു, കുഴപ്പമില്ലെങ്കിൽ നമ്മൾ മുമ്പോട്ട് എടുക്കണം. അപ്പോൾ ജസ്റ്റ് ഡബിൾ ബെല്ല് കിട്ടി ഗിയർ ഇടുന്ന സമയത്ത് ഗിയർ ഇട്ട് നമ്മൾ നോട്ടം സ്ട്രൈറ്റ് ആയപ്പോൾ എനിക്കൊരു ഡൗട്ട് തോന്നുന്നു. തൊട്ട് ഫ്രണ്ടിൽ എന്തോ ഒരു സംഭവം, ഒരു കുടയായിരുന്നു. കുട പിടിച്ചത്തിൽ പ്രായമുള്ള ഒരു സ്ത്രീ ഈ ബസ്സെ ചേർന്ന് കൈ പിടിച്ച് നടക്കുക. അവരൊന്നും നമ്മൾ അറിയുന്നില്ല, ഈ കുടയുടെ ടോപ്പ് മാത്രം കാണുന്നു. അപ്പോൾ ജസ്റ്റ് നമ്മൾ ദൈവമേ എന്നെ വിളിക്കുകയും വണ്ടി മൂവ് ചെയ്തില്ല. ഇല്ലെങ്കിൽ കുട ഇല്ലെങ്കിൽ നമ്മൾ അറിയുക പോലുമില്ല. കാരണം നമ്മുടെ ശ്രദ്ധ അങ്ങോട്ടായിരുന്നു. നമുക്ക് ഇപ്പം എറൗണ്ട് നോക്കി അല്ലല്ലോ നമ്മൾ ഇരിക്കുന്നത്. വാഹനം മുമ്പോട്ട് ഓടിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങൾ കാണും. പക്ഷെ നിർത്തിയിടുന്ന വാഹനങ്ങളിൽ ചുറ്റും ഹെവി വാഹനങ്ങളാണെങ്കിൽ ഒരുപാട് സംഭവങ്ങൾ ഇതുപോലെ നടന്നേക്കാം. നമ്മുടെ മനുഷ്യരാണല്ലോ, നമ്മൾ നോട്ടം അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറുന്ന ഒരു സെക്കൻഡ് കൊണ്ട് കുട്ടികളോ മുതിർന്നവരോ ഇതുപോലെ പോകുമ്പോൾ ഹൈറ്റുള്ള വാഹനങ്ങളുടെ വിൻഷീൽഡിൽ നിന്ന് താഴെ നമുക്ക് കാണാനൊക്കത്തില്ല. വണ്ടി മൂവ് ആണെന്നുണ്ടെങ്കിൽ എന്നാ ചെയ്യും? നമുക്ക് വലിയൊരു അപകടം ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ബ്ലൈൻഡ് സ്പോട്ടായിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നം വരുന്ന ഒന്ന്, നമ്മുടെ വലത്തുവശത്തെ ഇടത്തുവശത്തെ മിററിന് താഴ്ഭാഗം മിററിൽ കിട്ടത്തില്ല. അല്ലെങ്കിൽ ഫ്രണ്ട് വീലിൻ്റെ നേരെ ചൂട് ഭാഗം, ഈ ഭാഗങ്ങളെല്ലാം നമ്മുടെ ബ്ലൈൻഡ് സ്പോട്ടുകളാണ്. കണ്ണാടിയുടെ വലിയ വാഹനങ്ങളുടെ കണ്ണാടിയുടെ ചൂട് ഭാഗം
ചെറിയ വാഹനങ്ങളുടെ ആണെങ്കിലും കണ്ണാടിയുടെ ചുവട് ഭാഗം താഴെ ഭാഗങ്ങൾ, ഫ്രണ്ട് വീലിന് താഴ്ഭാഗങ്ങൾ, ഇതൊന്നും നമ്മുടെ നേരിട്ടോ കണ്ണാടിയിലൂടെയുള്ള നോട്ടത്തിൽ എത്താത്ത ഭാഗങ്ങളാണ് ബ്ലൈൻഡ് സ്പോട്ടുകളായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങളെക്കുറിച്ചുകൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോഴുള്ള വരുന്ന ബസ്സുകൾക്ക് ഇടതുവശത്ത് കണ്ണാടിയുടെ താഴെ കുറച്ച് ഭാഗങ്ങൾ ആരെങ്കിലും നടന്നാൽ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ഒരു ചതുര ബോക്സ്, ഒരു ഗ്ലാസ് പീസ് വെക്കുന്നത്. കാരണം അതിലൂടെ ആരെങ്കിലും നടന്നാൽ നമുക്കൊരു കുറച്ചെങ്കിലും ഒരു നോട്ടം കിട്ടട്ടെ എന്നുള്ള ഒരു രീതിയിലാണ് മോട്ടോർ വെഹിക്കിൾ നിയമത്തിൽ ഉൾപ്പെടുത്തി അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് പരിഹാരമായിട്ട് വലിയ വാഹനങ്ങളിലേക്ക് ഇപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് മിററുകൾ നിർബന്ധമാക്കിക്കൊണ്ട് ഉള്ള ഒരു ഉത്തരവ് വന്നിട്ടുണ്ട്. വളരെ നല്ല സ്വാഗതാർഹമായ കാര്യമാണ്. ഇതിന് മുൻപായിട്ട് തന്നെ ഭാരത് ബെൻസ് പോലെയുള്ള വാഹനങ്ങൾക്ക്, ലോറികൾക്കെല്ലാം ഫ്രണ്ടിൽ സൈഡിലായിട്ട് ഫ്രണ്ട് കാണാൻ പാകത്തിന് ഒരു കോർണറിൽ ലൈനൻഡറൊക്കെയാണെങ്കിൽ നേരെ മുൻവശത്ത് നേരെ താഴേക്ക് ഇരിക്കുന്ന രീതിയിൽ, ടൂറിസ്റ്റ് വാഹനങ്ങൾക്കാണെങ്കിൽ നമ്മൾ തുമ്പിക്കൈന്ന് വിളിക്കുന്ന അവരുടെ ആ തുമ്പിക്കൈയിൽ മൾട്ടിപ്പിൾ ഗ്ലാസ്സുകൾ പല ആംഗിളുകളിൽ ഇരിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഗ്ലാസ്സുകളൊക്കെ നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മിററുകളായിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ ലോറികൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലെഫ്റ്റ് സൈഡ് ഡോറിൻ്റെ സൈഡിൽ മുകളിൽ നിന്ന് താഴേക്കൊരു ഗ്ലാസ്, ഒരു കോൺവെക്സ് കണ്ണാടി പിടിപ്പിച്ചിരിക്കുന്നതാണ്. ആ ലെഫ്റ്റ് സൈഡ് ഡോറിന് താഴെ അല്ല ടയറിൻ്റെ ഭാഗത്ത് ആരെങ്കിലും വന്നാൽ നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗം, സുരക്ഷാ മാർഗം എന്നുള്ള നിലയിലാണ് ഈ ബ്ലൈൻഡ് സ്പോട്ട് മിററുകൾ തന്നിരിക്കുന്നത്. ഇത് വളരെ ഉപകാരപ്പെടുന്നതാണ്. നമുക്ക് പല ഘട്ടങ്ങളിലും മുമ്പിൽ കൂടെയൊക്കെ ക്രോസ് ചെയ്താൽ അല്ല വശങ്ങളിലൂടെ വരുന്നവരൊക്കെ നമ്മൾ അറിയില്ല. ഇതുപോലെ തന്നെയുള്ള മറ്റൊരു സാധ്യത എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു വാഹനം, പ്രത്യേകിച്ച് ഞാനിത് പറയുന്ന ഹെവി വെഹിക്കിൾ ഓടിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളാണ്. നമ്മൾ ഒരു വാഹനം നിർത്തിയിട്ടിരിക്കുന്നു, റണ്ണിങ്ങിലുള്ള വണ്ടി നമുക്ക് ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ നിർത്തുന്നു. പാസഞ്ചർ ആണെങ്കിൽ ആളെ കയറ്റാനായിരിക്കാം, ആണെങ്കിൽ നമുക്കൊരു ഫോൺ വന്നിട്ടോ അല്ല മറ്റേ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി നമ്മൾ സൈഡ് ഒതുക്കി നിർത്തി നമ്മൾ ഉടനെ മൂവിങ് ആണ്, പോകാൻ നിൽക്കുന്നു. അപ്പം നമ്മൾ ലെഫ്റ്റ് നോക്കി റൈറ്റ് സൈഡ് മിറർ നോക്കുന്നു, നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്നു, പോകുന്നു. പക്ഷേ ഇതിനകത്ത് ഇതുപോലെ തന്നെ അപ്രതീക്ഷിതമായിട്ട് വന്ന ഒരു പ്രശ്നം കൂടി പറയാം. പെട്ടെന്ന് നിർത്തിയിട്ട് നമുക്ക് മുമ്പോട്ട് ഒരു എടുക്കേണ്ട സാഹചര്യത്തിൽ ഇൻഡിക്കേറ്റർ വിട്ട് കണ്ണാടി നോക്കി കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഈ വണ്ടിയെ ചേർന്ന് ഒരു സൈക്കിളുകാരൻ ചേർന്ന് സൈക്കിൾ തള്ളിക്കൊണ്ട് വരുവാണ്. നമ്മുടെ മിററിൽ കിട്ടത്തില്ലായിരുന്നു, അത്രയും ക്ലോസ് ആയിപ്പോയി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു സംഭവം, അതുകൊണ്ട് കഴിയുന്നതും നമ്മുടെ ഈ മിററുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബ്ലൈൻഡ് സ്പോട്ട് മിററുകൾ നമുക്ക് നോക്കണം എന്ന് പറഞ്ഞാൽ പോലും അതിലുപരിയായിട്ട് ഇപ്പോഴും എല്ലാ AC വണ്ടികളാണ്. ഗ്ലാസ് താത്തി നമ്മുടെ വലതുവശം നേരെ താഴെ ആരെങ്കിലും കുട്ടികളോ പ്രായമുള്ളവരോ എന്തെങ്കിലും ജീവജാലങ്ങളോ നടന്നു വരുന്നുണ്ടോ പറയാനൊക്കത്തില്ല. നിർത്തിയിട്ടിരിക്കുന്ന വണ്ടിയല്ലേ, അവർക്ക് ലെഫ്റ്റ് സൈഡ് ചേർത്തിട്ടിരിക്കുന്നെങ്കിൽ നടന്നു പോകാൻ മാർഗ്ഗമില്ലാത്തതുകൊണ്ട് ഇതേ ചേർന്ന് നടന്നു വരുന്നവരായിരിക്കും. നമ്മളവരെ തീർച്ചയായിട്ടും പരിഗണിക്കണം. അങ്ങനെ ഇതൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മാനുവലായിട്ട് കൂടി ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം പോകാനായിട്ട് എന്നുള്ള എൻ്റെ ഒരു അഭ്യർത്ഥനയാണ്. നിങ്ങളെല്ലാവരും ഡ്രൈവിംഗ് സുരക്ഷിതമായിരിക്കട്ടെ. നമുക്ക് എൻ്റെ വാഹനത്തിൽ കഴിഞ്ഞ ദിവസം ഡ്യൂട്ടിക്ക് പോയ വാഹനത്തിലെ ബ്ലൈൻഡ് സ്പോട്ട് മിററുകളെല്ലാം പുതിയ വണ്ടിയായിരുന്നുകൊണ്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടുകൊണ്ട് എനിക്ക് നിങ്ങളിലോട്ടൊന്ന് എത്തിക്കണം തോന്നി. അതിൻ്റെ വിഷ്വൽസും അതിൻ്റെ കാര്യങ്ങളുടെ കണ്ടുകൊണ്ട് നമുക്ക് ഈ ചർച്ച എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പം എന്താണെങ്കിലും അതുപോലെ കാറുകളാണെങ്കിൽ കൂടി നമ്മൾ സീറ്റിൽ ഇരുന്ന് കഴിയുമ്പോൾ നമ്മുടെ ബോണറ്റിൻ്റെ ഫ്രണ്ട് ഭാഗം തീരെ ചെറിയ കുട്ടികളോ എന്തെങ്കിലും ജന്തുക്കളോ പക്ഷിമൃഗാദികളോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഫ്രണ്ടിലൂടെ പാസ് ചെയ്താൽ നമ്മുടെ നോട്ടമെത്തത്തില്ല. അപ്പോൾ അതും ബ്ലൈൻഡ് സ്പോട്ട് തന്നെയാണ്. നമ്മുടെ റൈറ്റ് സൈഡിലോ ലെഫ്റ്റ് സൈഡിലോ മിററുകളുടെ കാറിൻ്റെ ആണെങ്കിലും താഴ്ഭാഗം ചെറിയൊരു കുട്ടി നടക്കുന്ന പോകുന്നൊന്ന് ആലോചിച്ച് നോക്കി നമുക്ക് കാണാൻ ഒക്കില്ല. അപ്പോൾ നമ്മൾ എന്താണെങ്കിലും ബ്ലൈൻഡ് സ്പോട്ടുകളെക്കുറിച്ച് നമ്മൾ വ്യക്തമായ ധാരണ ഉണ്ടായിരിക്കണം. നമ്മൾ ഇറങ്ങി നോക്കണമെങ്കിൽ ഇറങ്ങി തന്നെ നോക്കണം. ഇപ്പോൾ ബ്ലൈൻഡ് സ്പോട്ട് മിററുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പോലും വാഹനത്തിൻ്റെ തൊട്ട് പോകാനോ ഇതുപോലെ തന്നെ പുറകു ഭാഗം നമ്മുടെ നോട്ടം എത്തത്തില്ല. ഒരാൾ പറയാനുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലെങ്കിൽ ഇറങ്ങി നോക്കി തന്നെ നിങ്ങൾ റിവേഴ്സ് എടുക്കണം എന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. അപ്പം നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് മിററുകളോട് കണ്ടിട്ട് വൈൻഡപ്പ് ചെയ്യാം. ഇത് റൈറ്റ് സൈഡിലെ നോർമൽ മിററാണ്. അതിന് മുകൾ വശത്തായിട്ട് നമുക്ക് കുറേ കൂടെ ബാക്ക് സൈഡും ചേർന്ന് കിട്ടത്തക്ക രീതിയിലും ലെഫ്റ്റ് സൈഡ് മിററിൻ്റെ മുകളിൽ കുറച്ചുകൂടെ അതിൻ്റെ വിഷ്വൽസ് കിട്ടത്തക്ക രീതിയിലും ഫ്രണ്ട് വിൻഷീൽഡിൻ്റെ കോർണർ സൈഡ് ചേർത്ത് ഫ്രണ്ട് ഫുൾ വ്യൂ കിട്ടത്തക്ക രീതിയിലും ലെഫ്റ്റ് സൈഡ് ഡോറിൻ്റെ ഭാഗം നോക്കിയാൽ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് നല്ല മറയായിരിക്കും. അതുകൊണ്ട് ആ വിഷ്വൽസ് അതിൻ്റെ ഡോറിന് താഴെയുള്ള കാര്യങ്ങൾ, ഫ്രണ്ട് ടയറിൻ്റെ താഴെയുള്ള കാര്യങ്ങൾ കാണാനായിട്ട് അതിൻ്റെ ഡോറിന് മുകൾ വശത്ത് നിന്ന് താഴേക്കായിട്ട് ഒരു മിററും
ബ്ലൈൻഡ് സ്പോട്ട് മിററുകളായിട്ട് ഇപ്പോഴത്തെ ഗുഡ്സ് വാഹനങ്ങളിൽ കമ്പനിക്കാർ ചെയ്യുന്നുണ്ട്.